വെൽക്കം ടു AV ടൈൽസ് ആൻഡ് സാനിറ്ററി കൊല്ലം. എൻ്റെ പേര് അമിത് ജോർജ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കജാരിയയുടെ പുതിയ സ്ലാബ്സ്, അതെ 240/80 സ്ലാബ്സ്. നമുക്കറിയാം പേരുകൾ നിങ്ങൾക്ക് സുപരിചിതമാണ്, ഗാലക്സി സീരീസ്, ടെറാസോ സീരീസ്. പക്ഷേ ഇത് രണ്ടും കൂടാതെ ഇപ്പം സ്റ്റെല്ലാർ എന്ന് പറയുന്ന ഒരു സീരീസും കൂടെ ഇപ്പം കജാരിയ ആഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റെല്ലാർ സീരീസ് സ്ലാബ് സൈസിൽ മാത്രമല്ല 6x4 ഫുൾ ബോഡി 10 mm തിക്നെസ്സിലും കൂടെ കമ്പനി സ്റ്റെല്ലാർ ആഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റെല്ലാർ കമ്പനിയുടെ അടുത്ത വലിയ പ്രതീക്ഷയുള്ള ഒരു സീരീസ് ആണ്. കാരണം കജാരിയ അത്രയും കൂടുതൽ മെറ്റീരിയൽ ഒറ്റ ഡിസൈൻ അല്ലെങ്കിൽ ഒറ്റ മിക്സിങ്ങിന്റെ പുറത്ത്, കളർ മിക്സിംഗ് എന്നാണ് പറയുന്നത്, ആ കളർ മിക്സിംഗ് സ്ട്രക്ചറിനകത്തും കമ്പനി ഭയങ്കര ഹെവി ആയിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ തന്നെ നമുക്കറിയാം കജാരിയ എത്ര കോൺഫിഡന്റ് ആണ് സ്റ്റെല്ലാർ സീരീസിന്റെ പുറത്ത്. പേരും കിട്ടാവുന്ന ഒരു ടൈൽ സീരീസിന് കൊടുക്കാവുന്ന ഏറ്റവും നല്ല പേരാണ് അവർ കൊടുത്തേക്കുന്നത്, സ്റ്റെല്ലാർ. അപ്പം പേര് പോലെ തന്നെ അബ്സല്യൂട്ട്ലി സ്റ്റെല്ലാർ മെറ്റീരിയൽ ആണ് കജാരിയ ഇപ്രാവശ്യം കൊണ്ടുവന്നേക്കുന്നത്. പക്ഷേ മെറ്റീരിയൽ, അതിൻ്റെ ഭംഗി, അതും പേര്, ഇത് മാത്രമല്ല ഇപ്രാവശ്യം കജാരിയ ഇട്ട ഏറ്റവും വലിയ ബോംബ് കസ്റ്റമേഴ്സിന്റെ പുറത്തല്ല ഇട്ട്, കജാരിയ ഇട്ട ബോംബ് മറ്റ് കോമ്പറ്റീറ്റേഴ്സിന്റെ പുറത്ത്, കജാരിയയുടെ കോമ്പറ്റീറ്റേഴ്സിന്റെ പുറത്ത് ഒരു ബോംബും കൂടെ എറിഞ്ഞ്. അതായത് പ്രൈസസ് ഒട്ടും കൂട്ടിയിട്ടില്ല സ്ലാബിനകത്ത്. ഓൺലി ഫോർ സ്പെഷ്യൽ കളേഴ്സിൽ മാത്രം കജാരിയ പ്രൈസ് കൂട്ടിയിട്ടുണ്ട്. അത് ശരിക്കും പ്രൈസ് കൂടുതലാണ്. ബട്ട് റെഗുലർ മെറ്റീരിയൽസ് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന വൈറ്റ്സ്, ഗ്രേസ്, ബ്രൗൺസ് ഒരു പ്രൈസ് വ്യത്യാസമില്ല. അതായത് മാർക്കറ്റിൽ ഒരു പുതിയ സാധനം വരുന്നു, എൻറ്റയർലി പുതിയ സാധനം വരുന്നു, പക്ഷേ അറ്റ് ആബ്സല്യൂട്ട്ലി ദ സെയിം പ്രൈസ്. ദാറ്റ് ഈസ് സംതിങ് നമ്മൾ ഒരിക്കലും ഇന്ന് വരെ കേട്ടിട്ടില്ല. കാരണം ഒന്നുമില്ലെങ്കിൽ 5 ഗ്രാം വെയിറ്റ് കൂട്ടിയിട്ടെങ്കിലും ഒരു ചോക്ലേറ്റ് പുതിയ പ്രൈസിന് വരുമ്പോൾ കൂടിയ പ്രൈസിന് വരും. പക്ഷേ കജാരിയ ഇപ്രാവശ്യം ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തപ്പോൾ തന്നെ കോമ്പറ്റീറ്റേഴ്സിനെ അണ്ടർകട്ട് ചെയ്താണ് ഇത് ഇറക്കിയേക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഏറ്റവും വലിയ ബ്യൂട്ടി ഈ പ്രൊഡക്ട്സിന്റെ, അല്ലെങ്കിൽ കജാരിയയുടെ ലേറ്റ്ലി ഇറങ്ങിയ എല്ലാ പ്രൊഡക്ട്സിന്റെയും ഏറ്റവും വലിയ ബ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ കജാരിയ ഇൻക്രീസിംഗ്ലി അതിന്റെ പ്രൊഡക്ട്സ് വാല്യൂ ഫോർ മണി പ്രൊഡക്ട്സ് ആക്കി മാറ്റിക്കൊണ്ടിരിക്കുക. അതായത് ഒരുപാട് വില കൂടിയ സാധനങ്ങളോ ഒരുപാട് മാർജിൻ എടുക്കാൻ പറ്റുന്ന സാധനങ്ങളോ ഒന്നും കജാരിയ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. സെയിൽ ഇല്ലെങ്കിൽ അപ്പോഴേ മെറ്റീരിയൽ സ്റ്റോപ്പ് ചെയ്യും. കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന പണത്തിന് ഏറ്റവും കൂടുതൽ വാല്യൂ കിട്ടുന്ന പ്രൊഡക്ട്സ് മാത്രമേ കജാരിയ ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുള്ളൂ. പേഴ്സണലി എനിക്കും, കാരണം എൻ്റെ 26th ഇയർ ആണ് ഈ ബിസിനസ്സിനകത്ത്, അപ്പം എനിക്കും പേഴ്സണലി എൻ്റെ മോട്ടീവും എൻ്റെ വിഷനും എപ്പോഴും അത് തന്നെയാണ്. നമ്മളൊരു സ്ഥാപനമായിട്ട് ഇരിക്കുമ്പോൾ കസ്റ്റമർ ചെലവാക്കുന്ന പണത്തിന് ഏറ്റവും കൂടുതൽ മൂല്യം അവർക്ക് കൊടുക്കാൻ പറ്റണം. സോ അവർ വിഷൻ ആൻഡ് കജാരിയസ് വിഷൻ മീറ്റ്. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ എൻ്റെ ചാനലിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കജാരിയയുടെ മെറ്റീരിയൽസിന്റെ റിവ്യൂ കാണാൻ കിട്ടുന്നത്. സോ ഇത്രയും ബിൽഡപ്പ് ഉണ്ടാക്കി എന്താണെന്ന് വെച്ചാൽ വരാൻ പോകുന്ന മെറ്റീരിയൽ അത്രയും ബ്യൂട്ടിഫുൾ ആണ്. കുറച്ച് ബിൽഡപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കും. അപ്പോൾ നമുക്കിനി മെറ്റീരിയൽസിലേക്ക് കിടക്കാം. So let's start with the classic slab. അതായത് കജാരിയ ഇത് കിച്ചന്റെ പുറത്ത് വിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റ് അല്ല. പക്ഷേ ഇത് ചെല്ലുന്നത് കിച്ചൺ കൗണ്ടർ ടോപ്സിലാണ് കൂടുതലും. ഒരു 90% കിച്ചൺ കൗണ്ടർ ടോപ്സിലാണ് ചെന്ന് ചേരുന്നത്. അത് വേറൊരു സത്യം. പക്ഷേ കജാരിയ ഇത് ഇറക്കിയേക്കുന്നത് ശരിക്കും എല്ലാ ഏരിയയിലും, അതായത് മെയിൻ ഹാൾ മുതൽ സിറ്റ് ഔട്ട് എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള ഒരു ടൈലാണിത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇത് കിച്ചൺ സ്ലാബായിട്ട് റെസ്ട്രിക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ആയ സ്ഥിതിക്ക് നമുക്ക് ആദ്യം ക്ലാസിക് കിച്ചൺ സ്ലാബിൽ നിന്ന് തുടങ്ങാം. 2 കളേഴ്സ്, അതായത് നമ്മൾ ഗ്രാനൈറ്റും മാർബിളും കേരളത്തിൽ വരാൻ തുടങ്ങിയ അന്ന് മുതൽ നമ്മൾ കാണുന്ന 2 കളേഴ്സ് ആണ്. ഇറ്റ്സ് ഐദർ ദിസ് ഓർ ദിസ്. ഒന്നെങ്കിൽ ചുവപ്പ് കളറിലെ ഗ്രാനൈറ്റ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ബ്ലാക്ക് കളറിലെ ഗ്രാനൈറ്റ് ആയിരിക്കും. അപ്പം നമ്മൾ 90കളിൽ ഒരു മിഡ് 90s 94, 95 കാലഘട്ടം മുതൽ ഏകദേശം 2018 വരെ ഉള്ള ഒരു 20 വർഷത്തിൽ കൂടുതൽ ഒരു കാലയളവിൽ കേരളത്തിൽ വിറ്റുപോയ മാക്സിമം കിച്ചൺ സ്ലാബ്സ് ഉണ്ടെങ്കിൽ ബ്ലാക്ക് അല്ലെങ്കിൽ റെഡ് ആയിരുന്നു. പക്ഷേ ഇപ്പം 2024 ഇന്ന് ഗ്രാനൈറ്റിനെ ചലഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വിട്രിഫൈഡ് പ്രൊഡക്ട്സ്. അതിന്റെ തുടർച്ചയായിട്ടാണ് കജാരിയ ഇപ്രാവശ്യം വന്ന ഈ കളറുമായിട്ട്. ഈ റെഡ് കളറിന്റെ ഒരു ചെറിയ കഥയുണ്ട്. രാജസ്ഥാനിലെ ഒരു പ്രോപ്പർ ഡെസേർട്ടില് ഒരു ഗ്രാമത്തിൽ, നമ്മുടെ ഇവിടെ കണ്ണൂർ ഭാഗത്ത് കിട്ടുന്ന വെട്ടുകല്ല് പോലെ കിട്ടുന്ന ഒരു കല്ലായിരുന്നു റെഡ് കളറിലെ ഒരു സ്റ്റോൺ. അതിന് പ്രത്യേകിച്ച് ഒരു പേരില്ലായിരുന്നു. കാരണം കട്ടിംഗ് ടെക്നോളജീസ് വരുന്നിടം വരെ ഈ കല്ലുകൊണ്ട് ആർക്കും ഒരു ഉപയോഗം ഇല്ലായിരുന്നു. പക്ഷേ കട്ടിംഗ് ടെക്നോളജീസ് ഒക്കെ ഫാസ്റ്റ് ആയിട്ടുള്ള കട്ടിംഗ് ടെക്നോളജീസ് വന്നു കഴിഞ്ഞപ്പോഴാണ് ശരിക്കും ഈ കല്ല് അവിടുത്തെ നാട്ടുകാർ ഹാർനസ് ചെയ്യാൻ തുടങ്ങിയത്. ഹാർനസ് തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് ഈ കല്ലിന്റെ പ്രത്യേകത, അതായത് അത് ഞാൻ ഈ കല്ല് നല്ല പറയുന്നത്, ആ കല്ലല്ല, ഇത് അതിന്റെ റെപ്ലിക്ക ആണ് വിട്രിഫൈഡ് ഫുൾ ബോഡി വിട്രിഫൈഡിനകത്ത്. പക്ഷേ ലാഖ റെഡ് എന്ന് അതിന്റെ പേര് ആ ടൈലിൽ. അതെങ്ങനെയാ വന്നതെന്ന് വെച്ചാൽ ഗ്രാമത്തിന്റെ പേര് ലാഖ എന്നൊരു ഗ്രാമമായിരുന്നു. അപ്പൊ ലാഖ ഗാവ്, അതിൽ കിട്ടുന്ന കല്ല് അതാണ് ലാഖ റെഡ്, ചുവന്ന കളറിലെ കല്ല്. സോ ലാഖ റെഡ്, അങ്ങനെ ആ പ്രൊഡക്റ്റിന്റെ പേര് തന്നെ ലാഖ റെഡ് ആയി മാറി. അങ്ങനെ ലാഖ റെഡ് ഇന്ത്യയിലെ വൺ ഓഫ് ദ മോസ്റ്റ് എക്സ്പെൻസീവ് മാർബിൾസ്. പിന്നെ അത് മാത്രമല്ല, വേൾഡില് ആ ഒരു ചുവന്ന കളർ പോലത്തെ ഒരു കളർ വേറെ ഒരു മണ്ണിലും ഇല്ല. വളരെ യുണീക്ക് ആയിട്ട് രാജസ്ഥാനിൽ വളരെ ചെറിയൊരു ഏരിയയിൽ ഒരു അണ്ടർഗ്രൗണ്ട് റോക്ക് ഫോർമേഷനകത്തുനിന്ന് കിട്ടിയ ഒരു സംഭവമായിരുന്നു. ഇതിന്റെ പ്രൈസ് എനിക്ക് ഓർമ്മയുണ്ട്, അറൌണ്ട് 1994-95 തന്നെ ലാഖ റെഡിന് 200+ rupees square feet റേറ്റ് ഉണ്ട്. 200 to 250 rupees square feet in 1995. You can imagine
ഇന്നത്തെ ഇതിൽ നമ്മൾ സംസാരിക്കുന്ന 1000-1500 രൂപ സ്ക്വയർ ഫീറ്റ് ആണ്. അപ്പോൾ ഞാൻ ഈ ഇടയ്ക്കും ഞാൻ വെല്ലൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമം, അല്ലെ വേളൂർ എന്ന് തമിഴ്നാട്ടുകാർ പറയുന്ന ഗ്രാമത്തിൽ, അത് ചെറിയൊരു ടൗണിൽ ഞാൻ പോയി. ആ ടൗണിൽ പോയി അടുത്ത് വളരെ ചെറിയൊരു ലോഡ്ജിൽ എനിക്ക് പോകാനുള്ള ഒരു ഇതുണ്ടായി. ആ റെസ്റ്റോറൻ്റ് ആയിരുന്നു, പക്ഷേ അതിൻ്റെ കൗണ്ടർ ടോപ്പ് ഈ ലാഖ റെഡ് ആയിരുന്നു. ഞാൻ ഇമ്മീഡിയറ്റ്ലി അത് കണ്ടപ്പോഴേ എനിക്കത് സ്ട്രൈക്ക് ചെയ്തു. ഇന്നും മേ ബി അത് ആ റെസ്റ്റോറൻറ്റ് ചെയ്ത സമയത്ത് അറൌണ്ട് 20-25 ഇയേഴ്സ് ബാക്ക് ഇട്ട കല്ലായിരിക്കും, പക്ഷേ ഇന്നും അത് പ്രിസ്റ്റീൻ കണ്ടീഷൻ, അതായത് ഇന്നലെ മണ്ണിൽ നിന്ന് എടുത്ത് മുറിച്ച് അവിടെ ഇട്ട അതേ ഭംഗിയിൽ അത് അവിടെ കിടപ്പുണ്ട്. സോ ലാഖ റെഡ് ഈസ് എൻ അമേസിംഗ് ഗിഫ്റ്റ് to India from the gods above, from the earths below. അപ്പം ഇപ്പോൾ കജാരിയ ലാഖ റെഡ് എന്ന പേര് തന്നെ ഫുൾ ബോഡി വിട്രിഫൈഡ് ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഫുട്ടേജിൽ നിങ്ങൾക്ക് ഇതിന്റെ ഭംഗി ആസ്വദിക്കാം. ഒറിജിനൽ ലാഖ റെഡിന്റെ പകുതി കളറേ ഉള്ളൂ. സോ യു ക്യാൻ ഇമാജിൻ ഒറിജിനൽ ലാഖ റെഡിന്റെ ഭംഗി എന്തുമായിരിക്കും എന്നുള്ളത്. ഇനി ലാഖ റെഡ് കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത പ്രോഡക്റ്റ് ക്ലാസിക് ബ്ലാക്ക്, അതായത് ജെറ്റ് ബ്ലാക്ക് എന്ന് നമ്മൾ അറിയപ്പെടുന്നത്, ടെലഫോൺ ബ്ലാക്ക് എന്ന് നമ്മൾ അറിയപ്പെട്ട ടെലഫോൺ ബ്ലാക്കിന്റെ അതേ സ്ട്രക്ചർ കജാരിയ ക്യാപ്ചർ ചെയ്തു. അതാണ് സ്റ്റെല്ലാർ സീരീസിന്റെ ബേസ്, അതായത് ഒരു ബേസ് കളറിന്റെ അടിയിൽ ഗ്രെയിൻസ്, പല കളറിലെ ഗ്രെയിൻസ്. അതിനകത്ത് ബ്ലാക്കിനകത്ത് അവർ കൊടുത്തേക്കുന്ന ഒരു ഗ്രേ കളറാണ്. സോ ദിസ് മൈൽഡ് ഗ്രേ ഗ്രെയിൻസ് ഇൻ ബ്ലാക്ക്, എനിക്ക് പറയാൻ വാക്കുകളില്ല. ബ്യൂട്ടിഫുൾ ബ്ലാക്ക് ആണ്. ജനറലി ഞാൻ ബ്ലാക്ക് റെക്കമെൻഡ് ചെയ്യാറില്ല കസ്റ്റമേഴ്സിന്. ഞാൻ എപ്പോഴും അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കും. എൻ്റെ നിന്ന് എടുത്തവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ സ്റ്റെല്ലാർ ബ്ലാക്ക് ആസ് എ നെയിം സജസ്റ്റ് ഈ സ്റ്റെല്ലാർ ബ്ലാക്ക് വെരി ക്ലാസി, അബ്സല്യൂട്ട്ലി. നിങ്ങൾക്ക് ബ്ലാക്ക് കളർ ഗ്രാനൈറ്റിനെ കുറിച്ച് ഇനി ചിന്തിക്കേ വേണ്ട. സൂപ്പർ മെറ്റീരിയൽ ആണ്. പ്രൈസിൽ ഗാലക്സി സീരീസ് എന്ത് റേറ്റിന് വിറ്റുകൊണ്ടിരുന്നോ അതേ റേറ്റേ ഉള്ളൂ സ്റ്റെല്ലാർ സീരീസിന്. സോ നോ ചേഞ്ച് ഇൻ പ്രൈസ് ആൻഡ് യു ഗെറ്റ് എ ബ്രാൻഡ് ന്യൂ പ്രൊഡക്റ്റ്. ഇനി അടുത്ത ഇവിടെ എനിക്ക് ഒരു ചെറിയ കംപ്ലൈൻറ്റ് ഉണ്ട് കജാരിയോട്. കാരണം ബ്രൗൺ എന്ന് ഒരു മെറ്റീരിയലിന് പേര് കൊടുക്കുമ്പോൾ ശരിക്കും ആ ബ്രൗൺ ജനറൽ മാസസിന്റെ മൈൻഡിൽ എന്തോ ആണോ ബ്രൗൺ അതുപോലെ ഇരിക്കണം. പ്രാവശ്യം വന്നേക്കുന്ന ഒരു മോർ ദാൻ ബ്രൗൺ, ഇറ്റ്സ് ലൈക്ക് എ മറൂൺ, ഒരു ഡീസാച്ചുറേറ്റഡ് മറൂൺ കളർ. അപ്പോൾ ഞാൻ സ്റ്റെല്ലാർ സീരീസിന്റെ 6x4 വീഡിയോ ചെയ്തപ്പോഴും അതിനകത്തും ഇതേ മെറ്റീരിയൽ 10 mm തിക്നെസ്സിൽ 6x4 റൂംസിന് വിരിക്കാൻ. കാണാനൊക്കെ ബ്യൂട്ടിഫുൾ ആണ്. ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് ബ്രൗണിന് കേൾക്കുമ്പോൾ നമ്മൾ മൈൻഡിൽ വരുന്ന ഒരു കളർ അല്ല ഇതിനകത്ത് അവർ കൊടുത്തേക്കുന്നത്. പക്ഷേ വട്ട് എവർ ഇറ്റ് ഈസ് റിയലി ബ്യൂട്ടിഫുൾ. പുതിയ സ്റ്റെല്ലാർ സീരീസ് വന്നതിനകത്ത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ മൂവ്മെന്റ് ബ്രൗൺ ആണ്. സോ എൻ്റെ ഒപ്പീനിയനിൽ കാര്യമില്ല, കസ്റ്റമേഴ്സ് അത് സെലക്ട് ചെയ്യുന്നുണ്ട്. സോ അഗെയിൻ നമുക്ക് കാണാം സ്റ്റെല്ലാർ ബ്രൗണിനകത്ത് അവർ ഇട്ടേക്കുന്ന ഒരു വൈറ്റ് കളർ ഗ്രെയിൻ ആണ്. പക്ഷേ ദാറ്റ്സ് ലൈക്ക് മോർ ലൈക്ക് ഈ ബ്രൗണിന്റെ തന്നെ ഒരു കുറഞ്ഞ കളർ, അതിന്റെ തന്നെ കളർ കുറഞ്ഞ ഒരു ഗ്രെയിൻസ് ആണ് അതിനകത്ത് ഇട്ടേക്കുന്നത്. സോ അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ പറഞ്ഞ് ഇതാക്കുന്നില്ല, കാരണം പറഞ്ഞ് എനിക്കിത് ഫലിപ്പിക്കാൻ പറ്റത്തില്ല. സോ കം ആൻഡ് സി EV ടൈൽസ് ആൻഡ് സാനിറ്ററിയിൽ ഡിസ്പ്ലേയിലുണ്ട് സ്റ്റെല്ലാർ ബ്ലാക്ക്, ലാഖ റെഡ് ആൻഡ് സ്റ്റെല്ലാർ ബ്രൗൺ. ഇനി ഇത് കഴിഞ്ഞ് നമുക്ക് അടുത്ത ഏറ്റവും പുതിയ ടൈൽ കജാരിയ കൊണ്ടുവന്നേക്കുന്നത് ടെറാസോ വൈറ്റ് എന്ന് പറഞ്ഞ ഒരു സക്സസ്ഫുൾ ഏറ്റവും ബെസ്റ്റ് സെല്ലിംഗ് മെറ്റീരിയൽ സ്ലാബ് സീരീസിൽ ഞങ്ങൾക്കുണ്ട്. സോ ടെറാസോ വൈറ്റിന്റെ അതേ പ്രൈസിൽ ടെറാസോ വൈറ്റിനെക്കാട്ടിലും 25% വൈറ്റ്നെസ് കൂടി, ടെറാസോ വൈറ്റിനെക്കാട്ടിലും ചെറിയ ഗ്രെയിൻസ്. ടെറാസോ വൈറ്റിനെ കുറിച്ച് എല്ലാവർക്കും ഒരു കംപ്ലൈന്റ് ഉണ്ട് എപ്പോഴും. അതിനകത്ത് ചില ഗ്രെയിൻസ് വലുതാണ്, അപ്പം വലിയ ഗ്രെയിൻസ് എടുത്ത് കാണിക്കും, ചെറിയ ഗ്രെയിൻസ് കുറവാണ്. ആ വലിയ ഗ്രെയിൻസ് ഇല്ലാത്ത ടെറാസോ വൈറ്റ് ആണ് ഇപ്പം റോയൽ ക്വാഡ്സ് എന്ന് പറഞ്ഞ് വന്നേക്കുന്നത്. അപ്പം പല കസ്റ്റമേഴ്സ് ക്വാഡ്സും ചോദിച്ച് വരാറുണ്ട്. അപ്പം ക്വാഡ്സ് സ്ലാബ്സ് നമുക്കറിയാം, ഇങ്ങനെ ഒരു വൈറ്റ് കളർ ഏതെങ്കിലും ഒരു ബേസ് കളറിനകത്ത് ചിപ്സ്, നമ്മുടെ പഴയ മൊസൈക് ചിപ്സ് ഇങ്ങനെ സ്റ്റഡ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു അതിനാണ് ക്വാഡ്സ് ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്വാഡ്സ് ലുക്കിൽ കജാരിയിൽ മെറ്റീരിയൽ ഇല്ല എന്നൊരു കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. അത് കജാരിയ ഇപ്പം മാറ്റി കൊടുത്തു. റോയൽ ക്വാഡ്സ് എന്ന് തന്നെ പേര് ഇട്ടിട്ടുണ്ട്. സോ റോയൽ ക്വാഡ്സ് ഈസ് നൗ അവൈലബിൾ ഇൻ കജാരിയ. ടെറാസോ വൈറ്റിനെക്കാട്ടിലും 25% വൈറ്റ്നസ് കൂടുതലാണ്, പ്രൈസ് സെയിം. ഐ മീൻ ദിസ് ഈസ് വൈ ഐ എം എ ബിഗ് ഫാൻ ഓഫ് കജാരിയ. കജാരിയയുടെ മെറ്റീരിയൽസുമായിട്ട് സെല് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് തന്നെ വരുന്ന ഈ ഒരു ഫാക്ടറിയിൽ നിന്നാണ്. പുതിയൊരു പ്രൊഡക്റ്റ് നിലവിലുള്ള പ്രൊഡക്റ്റിനെക്കാട്ടിലും 25% ബെറ്റർ, പക്ഷേ സോൾഡ് അറ്റ് ദ സെയിം പ്രൈസ്. ദാറ്റ്സ് അമേസിംഗ്. ഇത് മോഡേൺ ഇക്കണോമിക്സിൽ ഇതിന് നമുക്ക് കമ്പയർ ചെയ്യാൻ വേറെ ഒരു കേസും ഇല്ല, ഒരു പ്രൊഡക്റ്റിലും ഇല്ല. സോ വൈറ്റ് അഗെയിൻ ഡിജിറ്റൽ സെൻസറിനകത്ത് വൈറ്റ് പതിയത്തില്ല കറക്റ്റായിട്ട്. സോ യു മേ നോട്ട് സീ ദ ഡീറ്റെയിൽസ് ഓഫ് ദിസ് വൈറ്റ്. ഈ വൈറ്റ് ആയിട്ട് തന്നെ ചിലപ്പോൾ തോന്നിയെന്ന് വരില്ല, പക്ഷേ നേരിട്ട് വന്ന് കാണണം. എടുക്കാൻ പറ്റിയ മെറ്റീരിയൽ ഇന്ന് ഞാൻ പേഴ്സണലി അറ്റൻഡ് ചെയ്ത ഒരു കസ്റ്റമേഴ്സിന് ഞാൻ ഇന്ന് സെല് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ നുവാൻസസ് പറഞ്ഞു കൊടുത്തപ്പോൾ അവർ ഇത് സെലക്ട് ചെയ്ത് വേറെ ഒന്നും നോക്കിയില്ല. സോ ഗാലക്സി ഗ്രേ കുറേ നാളായിട്ട് സ്റ്റോക്കിൽ ഇല്ലായിരുന്നു, ഇപ്പോൾ തിരിച്ചു വന്നിട്ടുണ്ട്. ഗാലക്സി ക്രീമ അവർ ഓൾ ടൈം ഫേവറേറ്റ് ഗാലക്സി ക്രീം കളർ. സോ ഇത് രണ്ടും സ്റ്റോക്കിലുണ്ട്. ഇനി നമുക്ക് നോക്കാം സ്റ്റെല്ലാർ വൈറ്റ്. stellar white amazing. ലൈക്ക് സ്റ്റെല്ലാർ വൈറ്റ് കജാരിയ ഒരു കമ്പനി അല്ലെങ്കിൽ സക്സസ്ഫുള്ളി റൺ ചെയ്യുന്ന ഒരു കമ്പനി റിസ്ക് എടുക്കുമ്പോൾ അവർക്ക് ഏതൊക്കെ രീതിയിൽ റിസ്ക് എടുക്കാൻ പറ്റും എന്നുള്ളതിന്റെ ഒരു അമേസിംഗ് എക്സാമ്പിൾ ആണ് ഇപ്പം നമ്മൾ കണ്ടിരിക്കുന്നത്. സ്റ്റെല്ലാർ വൈറ്റ് എന്ന പേര്. സ്റ്റെല്ലാർ വൈറ്റ് നമുക്ക് പറയാം 6x4 സൈസിൽ 10 mm തിക്നെസ്സിൽ നമുക്ക് അവൈലബിൾ ആണ്. സോ ആ സെയിം മെറ്റീരിയൽ ആണ് സ്റ്റെല്ലാർ വൈറ്റിൽ ഇവിടെയും വരുന്നത്. അപ്പോൾ വൈറ്റ് ബേസിനകത്ത് ശകലം ഓഫ് വൈറ്റ് അല്ലെങ്കിൽ പറയാം ക്രീം കളറിലെ ലൈറ്റസ്റ്റ് ക്രീം കളറിന്റെ ഗ്രെയിൻസ് അകത്ത് എംബെഡ് ചെയ്തേക്കുന്ന ഒരു ഡിസൈൻ ആണ് സ്റ്റെല്ലാർ വൈറ്റ്. അപ്പോൾ സ്റ്റെല്ലാർ വൈറ്റ് ശരിക്കും കഴിഞ്ഞാൽ പാൽ വെള്ള
ആയിരിക്കത്തില്ല. അപ്പം സ്റ്റെല്ലാർ വൈറ്റ് എന്ന് പറയുന്നത് വൈറ്റ് ആയിരിക്കും, ഫസ്റ്റ് ലുക്കിലും വൈറ്റ് ആയിരിക്കും, എപ്പോൾ നോക്കിയാലും വൈറ്റ് ആയിരിക്കും നമ്മുടെ മനസ്സിൽ വരുന്നത്. പക്ഷേ ആ വൈറ്റിന്റെ അടിയിൽ എവിടെയോ ഒരു പൊടിക്ക് വാംത്ത് കിടപ്പുണ്ട്. സോ ഇറ്റ്സ് ലൈക്ക് എ വാം വൈറ്റ്. ദാറ്റ്സ് ഹൗ ഐ വുഡ് ലൈക്ക് ടു കോൾ ഇറ്റ്. ഒരു വാം വൈറ്റ് കളറാണ്. അത് പല ഫോറിനേഴ്സ് എസ്പെഷ്യലി വന്ന് ചോദിക്കാറുണ്ട്. അവരിവിടെ വർക്കലയിലും അമൃതപുരിയിലൊക്കെ വില്ലാസ് വർക്ക് ചെയ്യുമ്പോൾ അവരെപ്പോഴും വന്ന് ഉപയോഗിക്കുന്ന ഒരു ടേം, അതായത് വൈറ്റ് ആണ്, പക്ഷേ ഞങ്ങൾക്ക് കുറച്ച് വാം വൈറ്റ് വേണം, നിങ്ങളുടെ കയ്യിലുള്ള എല്ലാം കൂൾ വൈറ്റ്. അപ്പോൾ അന്ന് എനിക്കിത് മനസ്സിലായിട്ടില്ല എന്തുവാണ്. ശരിക്കും ഇപ്രാവശ്യം കജാരിയ സ്റ്റെല്ലാർ വൈറ്റ് ഇറക്കിയപ്പോഴാണ് നമുക്ക് മനസ്സിലായി ശരിക്കും വാം വൈറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്തുവാണ്. സോ സ്റ്റെല്ലാർ വൈറ്റ് അഗെയിൻ ഇത്രയും പുതിയ മെറ്റീരിയലാണ്, ഇത്രയും നോവൽ മെറ്റീരിയലാണ്, മാർക്കറ്റിൽ ഒരു കോമ്പറ്റീഷനും ഇല്ല, പക്ഷേ പ്രൈസിൽ ഒരു ചേഞ്ചും ഇല്ല. സോ വട്ട് എവർ റേറ്റ് ഗാലക്സി വൈറ്റിന് പോയിക്കൊണ്ടിരുന്നു അതേ റേറ്റിനാണ് ഇപ്പോൾ സ്റ്റെല്ലാർ വൈറ്റും കിട്ടുന്നത്. സോ സ്റ്റെല്ലാർ വൈറ്റ് ഉണ്ട്. സ്റ്റെല്ലാർ വൈറ്റിന്റെ കൂടെ തന്നെ കമ്പയർ ചെയ്യാൻ ടെറാസോ വൈറ്റ് ഇവിടെ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു ടെറാസോ വൈറ്റിനകത്ത് വലിയ ഗ്രെയിൻസാണ്. അത് പല കസ്റ്റമേഴ്സിനും അതൊരു ഇഷ്ടമല്ലാത്ത ഒരു കാര്യമായിരുന്നു. പക്ഷേ ഇപ്പം നമുക്ക് വൈറ്റ്നെസ്സും കൂടിയിട്ടുണ്ട്, ഗ്രെയിൻസ് ചെറുതായിട്ടുണ്ട്, പ്രൈസ് മാറിയിട്ടില്ല. സോ നമ്മളൊരു കമ്പാരിസൺ വീഡിയോ സ്റ്റെല്ലാർ വൈറ്റിൽ നിന്ന് ടെറാസോ വൈറ്റിലേക്ക് കൊണ്ടുവന്ന് കാണിക്കുക. ഈ ഫുട്ടേജിന്റെ ഇതിന്റെ കൂടെ തന്നെ ആ ഫുട്ടേജ് നിങ്ങൾക്ക് കാണാം. സോ അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും സ്റ്റെല്ലാർ വൈറ്റിന്റെയും ടെറാസോ വൈറ്റിന്റെയും ഡിഫറൻസ്. ഐ മീൻ 20-25 റുപ്പീസ് പ്രൈസ് ഡിഫറൻസ് ഉണ്ട്. ബട്ട് ദാറ്റ് ഈസ് മോസ്റ്റ്ലി ബിക്കോസ് ടെറാസോ വൈറ്റിന് നല്ല വൈറ്റ് പിഗ്മെന്റ് ആണ്, ഈക്വൽ ടു റോയൽ ക്വാർട്സ്. ഇനി ആണ് നമ്മുടെ ഈ പ്രാവശ്യത്തെ ലോഞ്ചിന്റെ സ്റ്റാർ, അതായത് ക്വാർട്സൈറ്റ് ബ്ലൂ ഡിജി മാറ്റ്. യെസ്, കിച്ചൺ സ്ലാബിന് വിരിക്കാൻ പറ്റിയ ഒരു മാറ്റ് ഫിനിഷ് ടൈൽ. സോ നമ്മുടെ കയ്യിൽ 2 മാറ്റ് ഫിനിഷ് ടൈൽ ഈ സീരീസിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുണ്ട്. അത് വേറൊരു സ്ഥലത്താണ് വെച്ചേക്കുന്നത്, അങ്ങോട്ട് നമ്മൾ പോവാം. ഇതും മാറ്റ് ആണ്, പക്ഷേ ഇത് അതിന്റെ കൂടെ അല്ല വെച്ചേക്കുന്നത്. അതിന്റെ റീസൺ വളരെ സിമ്പിൾ ആണ്. മാറ്റ് ഫിനിഷ്, അതായത് ഗാലക്സി ബ്രൗണും ഗാലക്സി ഗ്രേയുടെയും മാറ്റ് ഫിനിഷസ് നമുക്ക് കിച്ചൺ സ്ലാബിൽ ഇടാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ നമുക്ക് ഒരു ചാവടിക്ക് ഇടാം, പക്ഷേ അതിന് ഇടയ്ക്കിടയ്ക്ക് ബ്രഷ് ക്ലീനിങ് ചെയ്യേണ്ടി വന്നേക്കാം. പക്ഷേ ക്വാർട്സൈറ്റ് ബ്ലൂ ഡിജി മാറ്റ് അങ്ങനല്ല, നമുക്ക് കിച്ചൺ സ്ലാബിന് വരെ ഇടാൻ പറ്റുന്ന ഒരു മാറ്റ് ഫിനിഷ് സ്ലാബാണ്. അതാണ് ഇതിന്റെ പ്രത്യേകത. ഒട്ടും ചീപ്പല്ല, 300 റുപ്പീസ് സ്ക്വയർ ഫീറ്റ് ആണ്, പ്രീമിയം മെറ്റീരിയൽ ആണ്, ഫുൾ ബോഡി വിത്ത് a print on it. അപ്പോൾ ഇതും ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു കമ്പനി ഫുൾ ബോഡി ടൈൽസിന്റെ പുറത്ത് ഡിജിറ്റൽ പ്രിന്റുമായിട്ട് വരുന്നത്. സോ ഫുൾ ബോഡി ടൈൽ വിത്ത് എ ഡിജിറ്റൽ പ്രിന്റ്, ദാറ്റ് മേക്സ് ഇറ്റ് റിയലി എക്സ്പെൻസീവ്. 300 റുപ്പീസ് റേഞ്ച് ചീപ്പല്ല, എനിക്കറിയാം. പക്ഷേ ഈ മെറ്റീരിയൽ വേറെ കോമ്പറ്റീഷനും ഇല്ല, ഈ മെറ്റീരിയലിന് പകരം വെക്കാൻ ഒരു മെറ്റീരിയലും ഇല്ല. കാരണം ബ്ലൂ ആസ് സച്ച് വീടിന്റെ സിറ്റ് ഔട്ടോ അല്ലെങ്കിൽ സ്റ്റെയർ കേസോ ആരും ചിന്തിച്ച് വരുന്ന ഒരു മെറ്റീരിയൽ അല്ല. ഇൻഫാക്ട് ബ്ലൂ കളറിലെ കിച്ചൺ സ്ലാബ് പോലും ആരും ചിന്തിക്കാറില്ല. പക്ഷെ കജാരി ഇപ്രാവശ്യം കൊണ്ടുവന്ന 2 ബ്ലൂ കളേഴ്സ്, ഒന്ന് ക്വാർട്സൈറ്റ് ബ്ലൂ ഡിജി മാറ്റും, പിന്നെ രണ്ടാമത്തെ ഒരു പോളിഷ് ഫിനിഷ് ആണ്, അതിന്റെ പേര് കൊബാൾട്ട് ബ്ലൂ എന്നാണ്. പക്ഷെ ആ ടൈല് ഞങ്ങൾക്ക് ഈ പ്രാവശ്യം വന്നില്ല. സോ എൻ്റെ കയ്യിൽ അത് ഡിസ്പ്ലേയിലും ഇല്ല. പക്ഷേ ബ്യൂട്ടിഫുൾ ടൈലാണ്, ഭയങ്കര ഡിമാൻഡാണ്, നല്ല സെയിലാണ്. സോ ഇപ്പം നമ്മുടെ കയ്യിലുള്ളത് ക്വാർട്സൈറ്റ് ബ്ലൂ ഡിജി മാറ്റ് ആണ്. ഈ ഗ്രെയിൻസ് കാണുന്നത് ബോഡിയുടെ സൈഡിലോട്ട് വരത്തില്ല, കാരണം ഇത് പ്രിന്റ് ആണ്. സോ സർഫേസിൽ മാത്രമേ ഉള്ളൂ. ബട്ട് ഈ കളർ കാണുന്നത് സൈഡിലോട്ടും വരും. സോ അമേസിംഗ് ടൈൽ. ഇനി ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് നമുക്ക് ഗാലക്സി ബ്രൗണും ഗാലക്സി ഗ്രേയും കൂടെ കാണാം. അത് എവിടെ ഉപയോഗിക്കണം അതും കൂടെ നമുക്ക് കാണാം. സോ ഗാലക്സി ബ്രൗൺ ആൻഡ് ഗാലക്സി ഗ്രേ. എന്തുവാണ് പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 15 മില്ലിമീറ്റർ തിക്നെസ് ഉണ്ട്, ഫുൾ ബോഡിയാണ്, പ്രോപ്പർ മാറ്റ് ഫിനിഷ് ആണ്. ഈ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാം. ഈ സൗണ്ടിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ഇത് തീരെ സ്മൂത്ത് മാറ്റ് അല്ല, സ്വല്പം ഹാർഷ് മാറ്റാണ്. ഇനി ഞാൻ പറയാം ഇതിന്റെ വ്യത്യാസം എവിടെ വരുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ ആവശ്യം എവിടെ വരുന്നത്. ഇപ്പൊ വെക്കുന്ന വീടുകൾ എല്ലാം കണ്ടംപററി ഡിസൈനാണ്. ഇൻ കേസ് ഇനി കണ്ടംപററി അല്ലെങ്കിൽ പോലും കൂരയുള്ള ഡിസൈൻ, ട്രഡീഷണൽ ഡിസൈൻ ആണെങ്കിൽ പോലും വീടിന്റെ ഫ്രണ്ട് സ്റ്റെപ്സും വീടിന്റെ സിറ്റ് ഔട്ടും ലൈക്ക് നെവർ ബിഫോർ ഇറ്റ് ഈസ് എക്സ്പോസ് ടു ദി വെദർ. അതിനി നല്ല സൺലൈറ്റ് ആയാലും അതും പോർച്ച് സിറ്റ് ഔട്ടിൽ അടിക്കും. മഴ ഒന്നെങ്കിൽ നേരിട്ട് സിറ്റ് ഔട്ടിൽ വീഴും, അല്ലെങ്കിൽ ട്യൂഷൻ അടിച്ച് വീഴും. സോ ഇൻ എനി വെദർ യു കനോട്ട് സേവ് യുവർ ഫ്രണ്ട് സ്റ്റെപ്സ് ആൻഡ് സിറ്റ് ഔട്ട് ഇഫ് ഇറ്റ് ഈസ് എ മോഡേൺ ഡിസൈൻ. സോ ഇതാണ് അതിന്റെ ഡിഫറൻസ്. പണ്ട് സിറ്റ് ഔട്ട് എന്ന് പറയുന്നത് ഒരു ലോങ് പോർച്ചിനകത്തോ അല്ലെങ്കിൽ ചുറ്റും നീണ്ട ഷെയ്ഡ്സിനകത്തോ മറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലമായിരുന്നു, അല്ലെങ്കിൽ ഒരു കേജ്ഡ് ഏരിയ ആയിരുന്നു. അതായത് മേളിൽ നിന്ന് ഒരു വാൾ വരുന്നു, താഴെ നിന്ന് ഒരു വാൾ പോകുന്നു, ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ സ്റ്റീൽ വെച്ച് ഒരു കേജ് ചെയ്യുന്നു. സോ നൗ എവറിഥിങ് ഈസ് ഓപ്പൺ. സോ വിച്ച് മീൻസ് നമുക്ക് വെയിലിൽ നിന്ന് പ്രൊട്ടക്ഷൻ വേണം, മഴയിൽ നിന്ന് പ്രൊട്ടക്ഷൻ വേണം. അപ്പോൾ വെയിലിൽ നിന്ന് എങ്ങനെ പ്രൊട്ടക്ഷൻ കിട്ടുന്നതെന്ന് വെച്ചാൽ ഇത് ഫുൾ ബോഡി വിട്രിഫൈഡ് സ്ലാബ്സ് ആണ്. സോ അറൌണ്ട് 1300 ഡിഗ്രി സെന്റിഗ്രേഡിൽ ചൂടായി അല്ലെങ്കിൽ വെന്ത് വരുന്ന ഒരു ടൈലാണ്. സോ വിച്ച് മീൻസ് 1300 ഡിഗ്രിയെക്കാട്ടിലും കൂടുതൽ എന്തെങ്കിലും വന്നാൽ മാത്രമേ ഇതിനകത്ത് എന്തെങ്കിലും കളർ വേരിയേഷൻ വരത്തുള്ളൂ. ബട്ട് അതർവൈസ് നമുക്കറിയാം സൺലൈറ്റിൽ അത്രയും വരത്തില്ല. ആൻഡ് ദാറ്റ് ടു ഓൺലി ഫോർ എ ഫ്യൂ അവേഴ്സ് എവറി ഡേ. സോ വിച്ച് മീൻസ് ഈ കാണുന്ന കളർ എത്ര വെയിലടിച്ചാലും ഇതേപോലെ ഇരിക്കും. കുറഞ്ഞ ടൈൽസ് 4x2 ഉപയോഗിച്ച് 2 വർഷമായ വീടുകളുണ്ടെങ്കിൽ അവർക്കറിയാം സിറ്റ് ഔട്ടിൽ കളർ മാറിയിട്ടുണ്ടാവും, തേയ്മാനവും വന്നിട്ടുണ്ടാവും. പക്ഷേ ഇത് മാറ്റ് ഫിനിഷ് ടൈൽസ് ആണ്, ഫുൾ ബോഡി വിട്രിഫൈഡ് ആണ്. സോ വിച്ച് മീൻസ് എത്ര വെയിലടിച്ചാലും ഇതിന് കളർ മങ്ങത്തില്ല, ഇതിൻ്റെ പുറത്തുനിന്നൊന്നും ഇളകി വരത്തില്ല, അതേപോലെ ഇത് വെടിച്ച് കീറത്തില്ല, അങ്ങനത്തെ ഒരു ഇഷ്യൂ നിങ്ങൾക്ക് ഉണ്ടാകത്തില്ല. പിന്നെ കാഴ്ചയിൽ മാറ്റ് ഫിനിഷ് ടൈൽ നല്ല വെയിലത്ത് കാണണമെങ്കിൽ അതിൻ്റെ ഒരു നിറവ്, അതിൻ്റെ ഒരു ബ്യൂട്ടി അത് വേറെ തന്നെയാണ്.
സോ ദാറ്റ് ഈസ് എ ബോണസ്. നൗ സെക്കൻഡ് ഉപയോഗം, എന്തുകൊണ്ട് മോഡേൺ കണ്ടംപററി ഡിസൈൻസിനകത്ത് നമ്മൾ മാറ്റ് ഫിനിഷ് ടൈൽസ് ഉപയോഗിക്കണമെന്നുള്ളതാണ് റീസൺ എന്ന് പറഞ്ഞാൽ മഴയാണ്. മഴ ഇപ്പോഴത്തെ ഡിസൈൻസിനകത്ത് എല്ലാം സിറ്റ് ഔട്ടും സ്റ്റെപ്പും മുഴുവൻ മഴയെടുക്കും. സോ വിച്ച് മീൻസ് മഴ പെയ്താലുടനെ നമ്മൾ പോളിഷ്ഡ് ഗ്രാനൈറ്റോ അല്ലെങ്കിൽ പോളിഷ്ഡ് മാർബിളോ അല്ലെങ്കിൽ പോളിഷ്ഡ് ഫുൾ ബോഡി ടൈൽസോ എന്തെങ്കിലും സ്റ്റെപ്പിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇറ്റ് ബിക്കംസ് എ ടൈം ബോംബ്. എന്ന് വെച്ചാൽ ഏത് സമയത്തും ഒരു ഭീകരമായ ഒരു ആക്സിഡന്റ് വീട്ടിൽ താമസിക്കുന്നവർക്ക് ഉണ്ടാകുന്ന ഒരു സ്ഥലമായി ഫ്രണ്ട് സിറ്റ് ഔട്ടിന്റെ സ്റ്റെപ്സും മാറുകയാണ്. സോ അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഉപായം എന്ന് പറഞ്ഞാൽ ഫ്ലെയിംഡ് ഗ്രാനൈറ്റ് ആണ്. പക്ഷേ ഫ്ലെയിംഡ് ഗ്രാനൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ പാടാണ്. ഫ്ലെയിംഡ് ഗ്രാനൈറ്റ് എന്തുവാന്ന് കാണണമെങ്കിൽ ഞങ്ങളുടെ കടയിലേക്കുള്ള എൻട്രൻസ് ഫ്ലെയിംഡ് ബ്ലാക്ക് ആണ് ഇട്ടേക്കുന്നത്. അത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. കഴുകിയിട്ട് കഴിഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ മെറ്റീരിയലാണ്, പക്ഷെ അതേപോലെ പെട്ടെന്ന് അത് സോയിൽ ആവുകയും ചെയ്യും. സോ നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് ഒരു മെറ്റീരിയൽ, അതായത് നമ്മുടെ സിറ്റ് ഔട്ടിന്റെ കളർ അല്ലെങ്കിൽ നമ്മുടെ വീടിന്റെ തീമുമായിട്ട് മാച്ച് ചെയ്യുന്ന ഒരു കളറും ഉണ്ട്. അതിന്റെ കൂടെ തന്നെ ഈ ഒരു മാറ്റ് ഫിനിഷ്, ഞാൻ നേരത്തെ സൗണ്ട് കേൾപ്പിച്ചായിരുന്നു. അപ്പോൾ ഇത്രയും ഹാർഷ് മാറ്റും കൂടെ ആകുമ്പോഴത്തേക്ക് ഇനി മഴ പെയ്ത വെള്ളം വീണാൽ പോലും ഇത് ഗ്രാനൈറ്റ് പോളിഷ്ഡ് സർഫേസിനെ പോലെ ഡേഞ്ചറസ് ആവത്തില്ല. നമുക്ക് അപ്പോഴും നമുക്കൊരു സർഫേസിൽ ഒരു ഗ്രിപ്പ് ഉണ്ടാവും. ബട്ട് എങ്ങനത്തെ ഇതാണെങ്കിലും അൺലെസ് ഇറ്റ് ഈസ് ഫ്ലെയിംഡ് ഗ്രാനൈറ്റ്, നമ്മൾ എപ്പോഴും റെക്കമെൻഡ് ചെയ്യും മഴ പെയ്ത അപ്പം തന്നെ ഒരു മാറ്റ് എടുത്ത്, ഒരു ക്ലോത്ത് മാറ്റ്, കോട്ടൺ ക്ലോത്ത് മാറ്റ് എടുത്ത് ഫ്രണ്ട് സ്റ്റെപ്സിൽ വിരിക്കണം. ആ പ്രിക്കോഷൻ എടുത്തോളൂ. പക്ഷേ ഇൻ കേസ് അങ്ങനെ പറ്റിയില്ലെങ്കിൽ പോലും ഒരു സെക്കൻഡ് ലൈൻ ഓഫ് ഡിഫൻസ് എന്ന പേരിൽ നമുക്ക് ഈ മാറ്റ് ഫിനിഷ് നമുക്ക് വളരെയധികം സേഫ് ആണ് ഫ്രണ്ട് സിറ്റ് ഔട്ടിന് സ്റ്റെപ്പിന് ഇടാൻ. ഇനി അത് കൂടാതെ നമുക്ക് അതിന്റെ തന്നെ കണ്ടിന്യൂവേഷൻ ആയിട്ട് നമുക്ക് ഇത് ചാവടിക്കും യൂസ് ചെയ്യാൻ പറ്റും. ദോസ് ആർ ദ ടു പ്ലേസസ്. പിന്നെ എനിവെയർ എവിടെയൊക്കെ നമുക്ക് മാറ്റ് ഫിനിഷിന്റെ ഫുൾ ബോഡി 15 mm വേണം, അവിടെ എല്ലാം നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഈവൻ ഗാർഡനകത്ത് ബെഞ്ച് ചെയ്യണമെങ്കിൽ ബെഞ്ചിന്റെ കോൺക്രീറ്റിന്റെ ബെഞ്ച് ചെയ്തിട്ട് സ്ട്രക്ചർ ചെയ്തിട്ട് അതിന്റെ പുറത്ത് ഇത് ക്ലാഡ് ചെയ്താലും ബ്യൂട്ടിഫുൾ ലുക്കാണ്. സോ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ പ്രസന്റേഷൻ ഓഫ് ന്യൂ അറൈവൽ ഓഫ് 240/80 വിട്രോനൈറ്റ് സ്ലാബ്സ് അറ്റ് AV Tiles and Sanitary കൊല്ലം. സോ ഐ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. ലാഖ റെഡ് മറക്കണ്ട, ക്വാഡ്സൈറ്റ് ബ്ലൂ മറക്കണ്ട, എല്ലാം ഇവിടെ ഉണ്ട്, ഡിസ്പ്ലേയിലുണ്ട്. പ്രൈസ് കജാരിയ കൂട്ടിയിട്ടില്ല, അതുകൊണ്ട് ഞങ്ങളും കൂട്ടിയിട്ടില്ല. പ്രൈസസ് ആർ സെയിം, ദ ഡിസ്കൗണ്ട്സ് ആർ സെയിം, എവറിഥിങ് ഈസ് സെയിം. സോ അടുത്ത വീഡിയോയിൽ ഇതിനെക്കാട്ടിലും നല്ല കണ്ടന്റുമായിട്ട് വരാം. ഞങ്ങളുടെ വീഡിയോസ് കണ്ട് ഒരുപാട് കസ്റ്റമേഴ്സ് ഞങ്ങളെ വിളിച്ച് ഞങ്ങളുടെ അഭിപ്രായം തേടുന്നുണ്ട്. ഞങ്ങൾ ആവുന്ന രീതിയിൽ എല്ലാവരെയും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും കോൾസ് തിരിച്ച് വിളിക്കാൻ പറ്റിയില്ലെങ്കിൽ ക്ഷമിക്കണം. അടുത്ത പ്രാവശ്യം ഇതിനെക്കാട്ടിലും നല്ല കണ്ടന്റുമായിട്ട് നമ്മൾ വീണ്ടും വരും. അതുവരെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സന്തോഷമായിട്ടിരിക്കുക.